ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ബർത്ത്ഡേക്ക് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് തിരിച്ചു തരത്തില്ലേ? അവർ ജസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കുഞ്ഞിനെ വരുന്നു, കുഞ്ഞിന് കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു, ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നു, പോകുന്നു. ചിലപ്പോൾ ഒന്ന് കവളിലൊക്കെ ഒന്ന് തലവിടുകയും ചിലരൊക്കെ അടുത്ത ആൾക്കാരെങ്ങനെയും ചിലരൊന്ന് കുഞ്ഞിനെടുക്കുമായിരിക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താണ് ഇത്ര വലിയ പ്രശ്നം എന്നുള്ള മേ ബി ഭയങ്കര ഓവർ പൊസസീവായിട്ട് ഒരു അമ്മയൊക്കെ ആകുമ്പോൾ ചിലപ്പം ചിലപ്പം ഒരുപാട് പേരൊക്കെ എടുക്കുമ്പം ഇനി അവർക്കൊക്കെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ കുഞ്ഞിൻ്റെ പടരുമോ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തോന്നും. പിന്നെ ചിലരുണ്ട് അഥവാ അങ്ങനെ വന്നാലും അമ്മമാർക്ക് അതിന്റെ പാടറിയത്തുള്ളൂ. അല്ല, സ്വന്തം വീട്ടുകാരെല്ലാരും അല്ല, സ്വന്തം വീട്ടുകാരെല്ലാം പറഞ്ഞത് പുറമെ ഉള്ള ആരെങ്കിലും വരുമ്പോ അത് പേടി എല്ലാവർക്കും ഉള്ളതാ. അത് പേടിയുണ്ടാവും. പക്ഷെ ഒരു കുഞ്ഞിനെ എത്ര നാള് നമുക്ക് ഇങ്ങനെ കൂട്ടി ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റും? കൊച്ചായിരിക്കും മാത്രമുള്ള കേസാണ് ഞാൻ പറഞ്ഞോ, അല്ലാത്തപ്പോൾ. അല്ല, എന്നാലും പിന്നീട് സൊസൈറ്റിയിലോട്ട് ഇറങ്ങാനുള്ള കുട്ടി തന്നെയാണല്ലോ. അപ്പൊ പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരുമായിട്ടും അവർ ഇടപഴകി തന്നെ വളരണമെന്നാണ് എൻ്റെ ഒക്കെ ഒരു ഇത്. ഇപ്പൊ ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഇറങ്ങാത്ത ഒരു ഫാമിലിയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്ക് നമ്മളെ ഷഫീന ബീവിയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു ചേട്ടന് കുരുപൊട്ടിയിട്ട് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്ത് നമ്മളെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പറയാനുള്ളത് താങ്ക് യു. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് ഞാൻ അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറയുന്ന സംഭവങ്ങളെ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പുള്ളിക്കാരൻ ആ വീഡിയോ വെച്ചിട്ട് കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ മാറ്റാൻ നോക്കി. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ അത് വെച്ചിട്ട് പറഞ്ഞു, അല്ലാതെ നമ്മൾ ഇന്റൻഷ്യലി വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. അതിന് മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അല്ല, പിന്നെ ഒരു കാര്യം, കണ്ടന്റ് ചെയ്യാനില്ലാത്തോണ്ട് ചെയ്തതാണ്, തിരിച്ചൊന്നും പറയില്ല, തിരിച്ച് വീഡിയോ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം, കണ്ടന്റ് ഇല്ലാത്തോണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നായിരുന്നാലും വൈഫിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ള എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താനുള്ള ഒരു കാര്യമാണല്ലേ. അവർ ബർത്ത്ഡേ പാർട്ടി നടത്തിയപ്പോഴും ദിയയുടെ വീട്ടുകാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അശ്വിന്റെ വീട്ടുകാരെ വിളിച്ചില്ല. അത് അല്ല, ഇപ്പൊ അത് അശ്വിനും കൂടെ ചിന്തിക്കണം. അപ്പൊ ഈ സൈഡ് മാത്രമല്ല, അല്ല, ഈ കുഞ്ഞ് വളർന്ന് വലുതായിട്ടെ, ഈ കുഞ്ഞ് ഇപ്പൊ ഒരു മോനാണല്ലോ, ഇപ്പോൾ വളർന്ന് വലുതായിട്ട് അശ്വൻ കാണിക്കുന്നത് ഈ കുഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അശ്വിന് ഇഷ്ടപ്പെടുമോ എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ അശ്വന്റെ അമ്മയും അച്ഛനെയൊക്കെ എന്തായാലും ഇതിനെ വരാൻ പോകുന്ന ജനറേഷനൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷയും വേണ്ട, അവർക്കൊന്നും ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാത്തവരാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞത് അത്രയും ശരിയായില്ല. ബാക്കി കേട്ടോ സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരാഹാരം വേണ്ട കുഞ്ഞിനും, അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവര് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് അത്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകണം. എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാരും പോയിട്ടല്ലേ നമ്മൾ ഈ അവസാനല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ബർത്ത്ഡേ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്, ഇപ്പൊ നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനമേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമേ കയറി പോകാൻ പറ്റില്ല. ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ശരിയാണ്, നമ്മളെല്ലാരും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാം സെറ്റാക്കി ആക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാരും ആഘോഷിക്കുമെന്ന് തോന്നുന്നു. എല്ലാരും ആഘോഷിക്കും. ഒരു കുഞ്ഞ് ജനിച്ച് നൂലേട്ടൊക്കെ കഴിഞ്ഞാൽ ഫോർ ഗുഡ് മെമ്മറീസിന് വേണ്ടിയിട്ടാണ് നമ്മളത്. ഒരു മെമ്മറിയാണ്. നമ്മുടെയൊക്കെ എല്ലാ ബന്ധുക്കളും വരുന്നു, എല്ലാരും വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു, കുഞ്ഞിന് കുറച്ച് കേക്ക് കൊടുക്കുന്നു. അതെ, കുഞ്ഞ് വലുതാകുമ്പോൾ നമുക്ക് കാണിക്കുന്നതാണ് ഇതായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ ഇങ്ങനെയായിരുന്നു. നമ്മുടെ പേരൻസ് നമ്മുടെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഒരു സന്തോഷമാണത്. ഇപ്പൊ പിന്നെ വേറെ രസമുണ്ട്. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ ആണെങ്കിൽ തന്നെ അത് ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ കുഞ്ഞിന്റെ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ അമ്മയുടെ അച്ഛനൊക്കെ മരിച്ചുപോയി. ഇപ്പൊ പുള്ളിക്കാരനുമായിട്ടൊക്കെ ഉള്ള ഒരു ലാസ്റ്റ് മെമ്മറി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പൊ അതിനെയൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണുമെന്നുള്ള അത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ചിലപ്പോ ഇവരുടെ ഒരു ഫാമിലിയിൽ എല്ലാരും ഇങ്ങനെയാണ്, ഇഷ്ടമാണ്. ഇപ്പം വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഇപ്പൊ കുഞ്ഞിന് അസുഖമൊക്കെ വരുമെന്നുള്ള രീതിയിൽ ചിന്തിക്കാം. പക്ഷെ അത് നമുക്ക് അത് ഞാൻ പറയുന്നുണ്ട്, അസുഖം വന്ന നോക്കുന്ന പാട് അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. രാത്രി ടെമ്പറേച്ചർ കൂടുന്നതും നമ്മൾ ഉറക്കം ഒഴിഞ്ഞിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ അത് ആ ഒരു ഭയങ്കര പാടാണ്. അത് എല്ലാ അമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ല, അത് കറക്റ്റ് കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ എന്ന് വെച്ചിട്ട് ഒരു കുഞ്ഞിന് വയ്യാണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ ഒക്കെ ഞാനതൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ബർത്ത്ഡേക്ക് ആൾക്കാർ വന്നിട്ട് കുഞ്ഞിനെ തട്ടിയെടുക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പുള്ളിക്കാരി നേരത്തെ പോലെ പറഞ്ഞല്ലോ, പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ
എടുത്തുകൊണ്ട് പോകുന്ന ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഇപ്പം അങ്ങനെ പല പല രീതിയിലുള്ള അമ്മമാര് കാണാം. അപ്പം അവരെടുത്ത ഓക്കെ ആവോ, കംഫർട്ടബിൾ ആവോ എന്നൊക്കെ ചിന്തിക്കുന്ന. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന കുഞ്ഞു വലുതായിട്ട് ഈ പയ്യൻ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇവരോട് ഇത് കാണിച്ചില്ല, ഇപ്പൊ അശ്വൻ കാണിക്കുന്ന പോലെ അശ്വന്റെ ഫാമിലിയുടെ മാറ്റി നിർത്തുന്നതൊക്കെ പോലെ ഈ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായിരിക്കും തോന്നുന്നത്? അവർക്ക് ഓക്കെ ആണോ? ഇവ ഇത്രയും പൊസസീവ് ആയിട്ടുള്ളൊരു അമ്മയ്ക്ക് അത് ഓക്കെ ആയിരിക്കും. ആ ടൈമിലാവുമ്പോൾ അവർക്ക് അറിയാൻ പറ്റത്തുള്ളായിരിക്കും. എന്തായാലും എനിക്ക് ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിനോട് യാതൊരുവിധ യോജിപ്പുമില്ല. ബാക്കിയൊന്നും കേട്ടോ. എനിക്ക് പേഴ്സണലി ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാതെ ഞാൻ ഏറ്റാൽ ചെയ്യും. അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റു പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷെ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടി കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റൂ. അപ്പൊ നിങ്ങളെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ പറ്റൂ. അപ്പൊ ആൾക്കാർ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. ലതികയുടെ ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഏറി പോകുന്നത്. അല്ല, എന്നാലും ശരി. കാരണം ഇപ്പം നമ്മൾ നടന്നു കഴിഞ്ഞിട്ട് അവരത് ചെയ്ത് ശരിയായില്ല എന്ന് ചുമ്മാ അല്ലാതെ പറഞ്ഞു നടക്കുന്നേക്കാട്ടി നല്ലത് പുള്ളിക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുണ്ട് ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ആണെന്നുള്ള രീതിയിൽ. ബാക്കിയുള്ള അമ്മമാരെയൊന്നും അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഏറി പോകുന്നുണ്ട്. പിന്നെ ഇവരുടെ ഫാമിലി എന്ന് വെച്ചാൽ ഓരോരുത്തരെ ഏറിലായിരിക്കും. എപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഏർ കാണും. ഒന്നിൽ അമ്മ, അല്ലെങ്കിൽ മൂത്ത മോള്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോള്, ഇളയ മോള്. അപ്പൊ ആ കൃഷ്ണകുമാർ അല്ലേ പുള്ളിക്കാരനെ സമ്മതിക്കണം. അപ്പൊ എപ്പോഴും ഇടയ്ക്ക് ഒരാൾ എപ്പോഴും ഏറിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ, ഇവരുടെ ഒരു രീതി ഇങ്ങനെയാണെന്ന് തോന്നുന്നു. മെയിനായിട്ട് എപ്പോഴും ഏറി പോകുന്നത് ഈ കൊച്ച. ഇതിനെതിരെ പേളിമാണി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പണ്ട്, മറ്റേ അമ്മാനെ കളിച്ചിട്ടുള്ള ആ ഒരു സമയത്ത്. ഇതിപ്പോ ആകുമ്പോഴത്തേക്ക് നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയി. അല്ല, മേ ബി പുള്ളിക്കാർ ഉദ്ദേശിച്ച ഒരുപാട് വിളിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വിളിക്കേണ്ടി വരും. അല്ല, ഒരു ചടങ്ങ് നടത്തുമ്പോഴത്തേ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ. ഇപ്പോൾ നിങ്ങളവിടെ ഒരു ചടങ്ങ്, ഇപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ നടക്കുക, അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മ, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, അവരെ വിളിക്കണം. പിന്നെ നമ്മൾ അടുത്ത കൂട്ടുകാരെയൊക്കെ വിളിക്കണം. സോ അവരെ വിളിച്ചില്ലെങ്കിൽ ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ കാര്യം അവരുടെയൊക്കെ കുഞ്ഞിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് നമ്മളെ വിളിച്ചില്ലെങ്കിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. സോ അപ്പോൾ ഇപ്പം ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ പോകുമോ? ഇപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ചിന്താഗതിയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ആ കുഞ്ഞിനോടൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ പോകുമോ? അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ഓഡിയൻസും ഇവരുടെ ഓഡിയൻസും ഒക്കെ ഇവരുടെ ബന്ധുക്കളായിട്ടൊന്നും ആരും കാണത്തില്ല. ഇവർ ഈ പറയുന്ന ബർത്ത്ഡേ വിളിക്കുന്ന ടൈപ്പ് ആൾക്കാരൊന്നും നമ്മുടെ ചിലപ്പോൾ നമ്മളൊരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കാണണമെന്നില്ല. സോ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉള്ള ആളാണെങ്കിൽ, ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോവില്ല എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു ചെറിയ വീഡിയോ. നമുക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഇതേപോലെ വേണ്ട, അത് വിട്ടേരെ, പോട്ടല്ലേ, ഒന്നും പറയില്ല, കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഇതൊക്കെ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. നമുക്കൊരു 5000 സബ്സ്ക്രൈബേഴ്സ് ആയി യൂട്യൂബിൽ. അപ്പോൾ ഇതുവരെ കൂടെ നിന്നവർക്കും നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലിയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദിയാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.